സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ജയഭാരതി മുത്തശ്ശിയുടെ കാലിൽ വീണ് അനുഗ്രഹമൊക്കെ വാങ്ങിക്കുവാണ്ട് രാധിക. മുത്തശ്ശി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നല്ലപോലെ പാട്ട് പാടാനായിട്ട് മുത്തശ്ശിയുടെ പ്രാർത്ഥന ഉണ്ടാവണം. അന്നേരം മുത്തശ്ശി പറയണേ, നിൻ്റെ കൂടെ ഏതു നേരവും ഭഗവാൻ കണ്ണനില്ലേ മോളെ, പിന്നെ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, എല്ലാം ഭഗവാൻ തന്നെ ഭംഗിയായി നടത്തി തരും. അങ്ങനെ അതൊക്കെ കേട്ട സന്തോഷത്തോടു കൂടി നിൽക്കുവാണ്ട് രാധിക. ഇതൊക്കെ കേട്ടിട്ട് അവിടെ മറഞ്ഞു നിൽക്കുന്ന സുകുമാരിയും പ്രിയങ്കയും കൂടി പറയണേ, നടന്നത് തന്നെ, ഇത്തവണ ഇവൾ പാടുന്നൊന്ന് എനിക്ക് കാണണം എന്ന് പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അന്നേരം വരുൺ ഉർവശി കൊടുത്ത ചായയൊക്കെ കുടിക്കുന്നുണ്ട്. ഈ സമയം പത്മിനി രാധികയോട് പറയണേ, മോളെ ഈ ചായ കുടിക്ക്. അയ്യോ വേണ്ടമ്മേ, ഇപ്പോൾ ഒന്നും വേണ്ട. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, മോൾ ഇന്നലെ പറഞ്ഞില്ലേ ഇഞ്ചിയിട്ട് ചായ കുടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നല്ലതാണെന്ന്, അത് കാരണം അമ്മ മോൾക്ക് വേണ്ടി ഇഞ്ചിയിട്ട് ചായ എടുത്തുകൊണ്ട് വന്നതാണ്. ഇല്ല മോളിത് കുടിക്ക്. അങ്ങനെ രാധിക അത് വാങ്ങുവാണ്. രാധിക അങ്ങനെ ആ ചായ കുടിക്കാനായിട്ട് സിപ്പ് ചെയ്യുമ്പോൾ തന്നെ എരിവ് കൊണ്ട് വായും ചുണ്ടുമൊക്കെ പൊള്ളുവാണ് കേട്ടോ. അയ്യോ അമ്മേ, ഈ ചായക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്, വല്ലാതെ എരിവാണ്, വായും ചുണ്ടുമൊക്കെ വല്ലാതെ പൊള്ളുന്നു. അങ്ങനെ പറഞ്ഞ് രാധിക വേഗം തന്നെ പുറത്തേക്ക് ഓടുവാണ് കേട്ടോ. ഈ സമയം പിന്നാലെ വരണം പോകുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ച കണ്ട് സന്തോഷിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് കൽപ്പനയും ഉർവശിയും മുത്തശ്ശിയും പ്രിയങ്കയൊക്കെ. ഈ സമയം എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാതെ നിൽക്കുവാണ് പത്മിനി. അയ്യോ അമ്മേ, എന്താ രാധിക മോൾക്ക് പറ്റിയത്? ഇഞ്ചി മാത്രമേ ചേർത്തിട്ടുള്ളല്ലോ, ഇനി അതിൻ്റെ പുകച്ചിലായിരിക്കുമോ? ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പത്മിനി, നീ എന്താണെങ്കിലും പരമേശ്വരന് ചായ കൊടുക്ക്. ഈ സമയം രാധികയാണെങ്കിൽ അവിടെ പുറത്തു പോയി വായൊക്കെ നല്ലപോലെ കഴുകുവാണ് കേട്ടോ. അന്നേരം വരണം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. വരണം രാധികയെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക. ഈ സമയം മുത്തശ്ശിയും പ്രിയങ്കയും കൂടി അവരുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് രാധിക കഷ്ടപ്പെടുന്ന ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് അവരുടെ മുമ്പിൽ തന്നെ നിന്ന് ചിരിക്കുവാണ് കേട്ടോ. അന്നേരം വരണം ചോദിക്കണേ, നിങ്ങൾ എന്തിനാണ് ചിരിക്കുന്നത്? അല്ല എനിക്കെന്താ ചിരിച്ചുകൂടെ? ഇതുകൊള്ളാം, എനിക്കൊന്ന് ചിരിക്കാൻ പോലുള്ള സ്വാതന്ത്ര്യം ഇല്ല ഇവിടെ. അതിനുശേഷം വരുൺ രാധികയെ തിരിച്ച് ഹോളിലേക്ക് കൊണ്ടുപോകുവാണ്. എന്നിട്ട് രാധികയോട് ചോദിക്കുന്നുണ്ട്, ഓക്കെ ആയോ? എല്ലാവരും വല്ലാത്തൊരു പുകച്ചിലും നീറലും ഒക്കെയാണ്. അങ്ങനെ മുത്തശ്ശീൻ്റെ അരികിലേക്ക് രാധികയും കൂട്ടി എത്തുവാണ്ടോ വരുൺ. മുത്തശ്ശി പണിയായല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? സമയമില്ല. എന്താണെങ്കിലും ഇന്നത്തെ റെക്കോർഡിങ് മുടക്കാൻ പറ്റില്ലല്ലോ, നീ എന്താണെങ്കിലും മോളെയും കുട്ടിച്ചെല്ലും. മുത്തശ്ശി ഒരു കാര്യം ഉറപ്പാ, ഇവിടെ എന്തോ ഒരു ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്, അല്ലാതെ രാധികയ്ക്ക് ഇങ്ങനെ സംഭവിക്കില്ല. അതെന്താണെങ്കിലും നമുക്ക് നീ വന്നിട്ട് സംസാരിക്കാതിനെക്കുറിച്ച്. എന്തെങ്കിലും കള്ളക്കള നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരെ കൈയോടെ പിടികൂടുകയും ചെയ്യാം. ഇപ്പം നീ സമയം കളയാതെ വേഗം തന്നെ രാധിക മോളെയും കൂട്ടി പോകാൻ നോക്ക്. അന്നേരം വരുൺ പോകാൻ വേണ്ടി നിൽക്കുവാണ്. ഈ സമയം കൽപ്പനേനെ മുത്തശ്ശീനെയൊക്കെ നോക്കിയിട്ട് പറയണേ, അതെ ഞാൻ സോങ് റെക്കോർഡ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചെത്തും. അന്നേരം ഇതിനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ കൈയോടെ തന്നെ തന്നോളാം. എന്നിട്ട് രാധികയുടെ അരികിലേക്ക് ചെല്ലുവാണ്ടോ വരുൺ. അതെ തമ്പാ, നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ കയറി എന്തെങ്കിലും മരുന്ന് വാങ്ങിക്കാം, അപ്പോഴേക്കും എല്ലാം റെഡിയാകും. അങ്ങനെ പറഞ്ഞ് രാധികയും കൂട്ടി വരുൺ പുറത്തേക്ക് ഇറങ്ങുവാണ്. അന്നേരം സുകുമാരിയും അവരുടെ പിന്നാലെ പുറത്തേക്ക് പോകുക. അതെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാണ്. എന്നിട്ട് സുകുമാരി പറയണേ, അതെ പോയിട്ട് വരുന്ന വഴിക്ക് അങ്ങാടിക്കടയിൽ നിന്ന് ഗർഭിണികൾക്ക് കഴിക്കാനുള്ള ലേഹ്യവും മറ്റു മരുന്നുകളൊക്കെ ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരണം. ഇവിടെ ഒരു ഗർഭിണിയുള്ളതാണ്, നിൻ്റെ കൊച്ചിൻ്റെ കാര്യത്തിൽ നിനക്കൊരു ഉത്തരവാദിത്വം ഇല്ല. ഗർഭിണികൾക്ക് ഈ സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അവരുടെ ഭർത്താവാണ്. അതെങ്ങനെയാ, കൊച്ചുകളെ ഉണ്ടാക്കിയാൽ മാത്രം മതിയോ? നോക്കാനും കൂടി പഠിക്കണം. അതെല്ലാം കേട്ടിട്ട് വരണം അങ്ങ് ദേഷ്യം വരുമോ? ഇത് നിങ്ങളിന്ന് ഞാൻ എന്നും പറഞ്ഞ് കയ്യിലിരിക്കുന്ന കീയൊക്കെ എടുത്ത് വലിച്ചെറിയുവാണ് കേട്ടോ. അന്നേരം രാധികയാണെങ്കിൽ വരണ്ട സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. രാധികക്കാണെങ്കിൽ അധികം സംസാരിക്കാനും പറ്റുന്നില്ല. ഈ സമയം രാധിക വരണിറങ്ങ ആ കീ ചെയിനൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. വരുൺ വേണ്ട, തർക്കിച്ച് സമയം കളയണ്ട, വാ നമുക്ക് സ്റ്റുഡിയോയിലെത്താൻ ലേറ്റാകും, അവിടെ ഫിദാമേട്ടൻ കാത്തിരിക്കുമായിരിക്കും. ഈ സമയം സുകുമാരി പറയണേണ്, അയ്യടാ ഇപ്പോൾ കൂടെ നിൽക്കുന്ന ഇവളും കൂടി ഗർഭിണിയായിരുന്നെങ്കിലോ? ഒരു ഭാര്യ ഗർഭിണിയായപ്പോൾ തന്നെ ഇത്രയും ദേഷ്യം, അപ്പോൾ അടുത്തതും കൂടി ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ തീർന്നില്ലേ? എടാ ഒന്ന് കെട്ടിക്കൊണ്ട് നടക്കാൻ പാടുള്ളവനെ രണ്ടാമത് കെട്ടാൻ പാടില്ല. ദേ ഇവർ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ് വരുൺ സുകുമാരനെ തല്ലാനായിട്ട് കൈയോങ്ങുവാണ്. അന്നേരം രാധികയാണെങ്കിൽ വരുണിനെ തടയുക. വേണ്ട വരുൺ, ഇവരിങ്ങനെ നമ്മളെ പ്രകോപിപ്പിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ യാത്ര മുടക്കണം, കൃത്യസമയത്ത് എത്തരുത്, അതാണ് മുത്തശ്ശിയുടെ ഉദ്ദേശം. വരുൺ അതിൽ വീണു പോകരുത്, വന്ന് വണ്ടിയെടുക്ക്. അങ്ങനെ പറഞ്ഞ് വരുണിനെ നിർബന്ധിച്ച് കാറിലേക്ക് കയറ്റുവാണ്. അങ്ങനെ വരുണിൻ്റെ അധികം കാറെടുത്ത് അവിടെ നിന്നും പോകുവാണ്. ഈ സമയം ചിരിച്ചുകൊണ്ട് സുകുമാരിയമ്മ പറയണേ, പൊക്കോ, പക്ഷേ ഈ യാത്ര കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞ് ചിരിച്ച് കളിച്ച് അകത്തേക്ക് കയറി വരുവാണ് കേട്ടോ. ഈ സമയം ജയഭാരതി മുത്തശ്ശി കാത്തു നിൽക്കുമായിരിക്കും. അങ്ങനെ സുകുമാരി അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ജയഭാരതി പറയണേ, അതെ സുകുമാരിയമ്മ ഒന്ന് നിന്നേ, എങ്ങനെയാ രാധികയ്ക്ക് കുടിക്കാനുള്ള ചായയിൽ ഇത്രയധികം എരിവ് വന്നത്? എന്താ സംഭവിച്ചത്? സത്യം എനിക്കറിഞ്ഞേ പറ്റുള്ളൂ. ഇതുകൊള്ളാം, അതിന് ഞാനെന്ത് ചെയ്തു? എന്നോട് ചോദിക്കുന്നത് എന്തിനാ? രാധിക മോൾ കുടിച്ച ചായയിൽ എങ്ങനെ എരിവ് വന്നു? ആ കാര്യത്തിൽ നിങ്ങൾ എന്താ സംഭവിച്ചതെന്ന് തുറന്നു പറയാതെ ഞാനത് വിടില്ല. ചായയിൽ എരിവ് വരിക എന്നുള്ളത് സാധാരണ അടുക്കള പ്രശ്നം തന്നെയാണ്, പക്ഷേ ഇത് ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താ നിങ്ങൾക്കൊന്നും പറയാനില്ലേ?
അല്ല സുകുമാരിയമ്മേ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോലീസിൻ്റെ കാര്യം പറഞ്ഞാണല്ലോ ഞങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത്. എന്താണെങ്കിലും ഇവിടെ ഇപ്പോൾ നടന്നതൊരു കുറ്റകരമായ കാര്യം തന്നെയല്ലേ. അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ച് 2 വനിതാ പോലീസിനോട് വരാൻ പറയാം. അവർ തന്നെ ഈ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ ഒന്ന് ചോദ്യം ചെയ്യട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ആരാണെന്ന് പോലീസുകാരെ തന്നെ കണ്ടുപിടിക്കട്ടെ. എന്താ അത് വേണോ? വേണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സത്യം തുറന്നു പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. അന്നേരം സുകുമാരിയാണെങ്കിൽ ഒന്ന് ഭയന്നു പോകുവാണ്. എന്നിട്ട് ചോദിക്കണേ, അത് തന്നെ ഇപ്പോൾ പോലീസിനെ വിളിക്കുന്നത്? പോലീസുകാരുടെ ആവശ്യമൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് സുകുമാരി തന്നെ പറ. അത് പിന്നെ ഞാൻ പ്രിയങ്കമോളുടെ ഗർഭചികിത്സയുടെ ആവശ്യത്തിനായിട്ട് കുറച്ച് പച്ചമരുന്നുകളും മറ്റുമൊക്കെ കലക്കി വെച്ചിരുന്നു. ചിലപ്പോൾ അതായിരിക്കും പത്നി അറിയാതെ രാധയൊക്കെയുള്ള ചായയിൽ ഒഴിച്ചു കൊടുത്തത്. അല്ലെങ്കിൽ തന്നെ കൈകെട്ട സ്ഥാനം എന്താണെന്ന് പോലും നോക്കാതെ ഒരാൾ ആർത്തിയോടെ അതങ്ങ് വായിലേക്ക് എടുത്ത് കുടിക്കുമോ? അന്നേരം സുകുമാരിയോട് ജയഭാരതി മുത്തശ്ശി ചോദിക്കണേ, അല്ല അതിരിക്കട്ടെ, നിങ്ങൾ നിങ്ങളുടെ കൊച്ചുമോൾക്ക് എരിവുള്ള കുരുമുളക് പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്താണോ ചായ ഉണ്ടാക്കി കൊടുക്കുന്നത്? ചേട്ടാ ഇതെന്ത് കൂത്ത്, ഞാൻ പറഞ്ഞതല്ലേ ഞാനതിൽ ഗർഭചികിത്സക്കായിട്ടുള്ള മരുന്നുകളാണ് ചേർത്തതെന്ന്. പിന്നെ അതൊക്കെ കഴിച്ചിട്ട് അവൾ എന്തിനാ അങ്ങനെ അഭിനയിച്ചതെന്നൊന്നും എനിക്കറിയാൻ പാടില്ല. അത് കഴിച്ചാലേ അത്ര എരിവൊന്നും വരില്ല. അത് മരുന്ന് ചേർത്ത ഒരു ഔഷധ ഗുണമുള്ള ചായ മാത്രമാണ്. അല്ലെങ്കിലും അവൾക്ക് പിന്നെ എന്ത് കാര്യത്തിലും കുറച്ച് പൊലിപ്പിച്ച് കാണിക്കൽ കൂടുതലാണല്ലോ. അവൾ അങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് വിശ്വസിച്ച് നിങ്ങൾ രാധികയെന്നും വിളിച്ച് പിന്നാലെ നടക്കുമെന്നും അറിയാം. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം അതുകൊണ്ടുണ്ടാകുമെന്ന് അവൾക്ക് നല്ലപോലെ അറിയാം. അതിനു വേണ്ടിയായിരിക്കും അവൾ അങ്ങനെ ചെയ്തത്, അല്ലാതെ എന്നെ ചോദ്യം ചെയ്തിട്ട് അതിനൊരു കാര്യവുമില്ല. അന്നേരം ജയഭാരതി ചോദിക്കണേ, അപ്പോൾ ആ മരുന്ന് കഴിച്ചാൽ ഒരാൾക്കും കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, സുകുമാരി ഒന്ന് കുടിച്ച് കാണിക്കുക. അപ്പോൾ പിന്നെ ആർക്കും സംശയിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാനെന്തിനാണ് കുടിക്കുന്നത്? അതിന് എനിക്ക് ഗർഭമൊന്നുമില്ലല്ലോ. അത് കുഴപ്പമില്ല, ആർക്ക് കുടിച്ചാലും ഒരു കുഴപ്പമില്ലാത്ത മരുന്നാണെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ സുകുമാരി കുടിക്കുന്നതിലും കുഴപ്പമൊന്നുമില്ല. ഇല്ലില്ല, എനിക്ക് കുടിക്കാനൊന്നും പറ്റില്ല. ദേ കൽപ്പന, ഉർവശി, നിങ്ങൾക്ക് സുകുമാരി ചെയ്ത ഈ കാര്യത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ? അയ്യോ ഇല്ലമ്മേ, ഞങ്ങൾക്കിതൊന്നും അറിയില്ല. അങ്ങനെയാണെങ്കിൽ കഴിച്ചാൽ ഒന്നും സംഭവിക്കാത്ത ഈ മരുന്ന് നമുക്ക് സുകുമാരിയെ കൊണ്ട് കുടിപ്പിക്കാം. നിങ്ങൾ രണ്ടാളും സുകുമാരിയെ പിടിക്കുക. അന്നേരം സുകുമാരി പറയണേ, ദേ കൽപ്പന, ഉർവശി, നിങ്ങളെൻ്റെ ദേഹത്ത് തൊട്ടാലുണ്ടല്ലോ പിന്നെ ഒന്നിനെ ഞാൻ വെറുതെ വെച്ചേക്കില്ല. എന്താ നിങ്ങൾ നോക്കി നിൽക്കുന്നത്? ഞാൻ പറഞ്ഞത് കേട്ടില്ലേ? സുകുമാരിയുടെ കൈ കയറി പിടിക്കാൻ. നിങ്ങളൊന്നെങ്കിൽ പിടിക്കണം, അല്ലെങ്കിൽ നിങ്ങളും സുകുമാരിക്കൊപ്പം പങ്കു ചേർന്നിട്ടുണ്ടെന്ന് വേണം ഞാൻ അതിൽ നിന്ന് കരുതാൻ. പിന്നെ വരുണിൻ്റെ അധികം തിരിച്ചു വരുമ്പോൾ അറിയാലോ. ഇക്കാര്യം എങ്ങാനും പറഞ്ഞറിഞ്ഞാലേ പിന്നെ നിങ്ങൾ രണ്ടാളും ഈ വീട്ടിൽ നിർത്തില്ല. അതുകൊണ്ട് രണ്ടുപേർക്ക് ഈ വീട്ടിൽ തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്യും. ഞങ്ങൾ ചെയ്തോളാം അമ്മേ എന്ന് പറഞ്ഞ് കൽപ്പനയും ഉർവശിയും കൂടി സുകുമാരനെ അവിടെ പിടിച്ച് സോഫയിലിരുത്തുവാണ്. ഈ സമയം ജയഭാരതി മുത്തശ്ശിയാണെങ്കിൽ ആ ചായ മുഴുവനും എടുത്ത് സുകുമാരിയുടെ വായിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കുടിച്ച് ദേഷ്യത്തിലിരിക്കുവാണ് സുകുമാരി. അന്നേരം ജയഭാരതി പറയണേന്, ഇത് കുറച്ച് കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്നും സംഭവിക്കാത്ത പോലെ എൻ്റെ മുമ്പിലിരിക്കുക, അപ്പം ഞാൻ വിശ്വസിക്കാം. അന്നേരം കുറച്ച് സമയം അങ്ങനെ ഇരിക്കാൻ സുകുമാരി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സുകുമാരിക്ക് ആ എരിവും പുകച്ചിലും ഒക്കെ സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അലറി വിളിച്ച് കരയുവാണ് സുകുമാരി. അയ്യോ എരിയുന്നേ, വയ്യേ, എന്തെങ്കിലും എനിക്ക് തായോ എന്നൊക്കെ പറഞ്ഞ് വല്ലാത്ത കരച്ചിലാണ്. ഈ സമയം ഇതൊക്കെ കണ്ട് പ്രിയങ്കക്കും ഒന്നും ചെയ്യാൻ പറ്റാതെ ചുമ്മാ ഊത്തിനെപ്പോലെ നോക്കി നിൽക്കുവാണ് കേട്ടോ. അന്നേരം സുകുമാരി പറയണേ, എടി ദ്രോഹികളെ, ദേ നിങ്ങൾ കേട്ടോ, ഞാൻ ഒറ്റക്കല്ല ഈ കാര്യം ചെയ്തത്. ഇവർ രണ്ടാളും എന്നോട് കൂടെ ഉണ്ടായിരുന്നു. എന്നെ സഹായിക്കാനേ ഇവർ രണ്ടാളും ഉണ്ടായിരുന്നു. ഈ സമയം കൽപ്പനയും ഉർവശിയാണെങ്കിൽ അവിടെ നിന്ന് വേഗം തന്നെ സ്ഥലം വിട്ട് കളയുവാണ്. സുകുമാരി അമ്മയാണെങ്കിൽ പൊക്കച്ചിലുകൊണ്ട് ഇരിക്കാനും നിൽക്കാനും പറ്റാതെ അവിടെ എല്ലാം വേദനയെടുത്ത് പൊളയുവാണ് കേട്ടോ. അന്നേരം അടുത്തിരുന്ന പ്രിയങ്കയോട് മുത്തശ്ശി പറയുവാണ്, അതെ ശരിക്കും നിൻ്റെ മുത്തശ്ശി കാണിച്ച പണിക്കുണ്ടല്ലോ, ഗർഭചികിത്സയ്ക്കെന്നും പറഞ്ഞ് അവർ കലക്കി വെച്ച മരുന്ന് അത് നിന്നെ കൊണ്ട് തന്നെയായിരുന്നു കുടിപ്പിക്കേണ്ടിയിരുന്നത്. പിന്നെ നിനക്കിപ്പോൾ അസുഖമുള്ളത് കാരണമാണ് തൽക്കാലം നിന്നെ ഞാൻ വെറുതെ വിട്ടത്. അങ്ങനെ പറഞ്ഞ് ജയഭാരതി അമ്മ അവിടെ നിന്നും പോകുവാണ്. ഈ സമയം സുകുമാരി പ്രിയങ്കയോട് ദേഷ്യപ്പെടുമേ, എടി പ്രിയങ്കെ, എന്തുവാ നീ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഞാനിവിടെ എരിഞ്ഞ് പുകയുന്ന കണ്ടില്ലേ? എന്തെങ്കിലും എടുത്തുകൊണ്ട് വന്ന് എൻ്റെ വായിലൊന്നും കൊണ്ടുവന്ന് ഇടടി എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. ഈ സമയം കൽപ്പനയും ഉർവശിയുമാണെങ്കിൽ അവിടെ ഡൈനിങ് റൂമിൻ്റെ സൈഡിലുള്ള ഏരിയയിൽ നിന്ന് സംസാരിക്കുവാണ്. അന്നേരം കൽപ്പന പറയണേ, എന്നാലും സുകുമാരി അമ്മ നമ്മൾ ഒറ്റ കൊടുത്തല്ലോ. അത് സാരമില്ല ചെറിയമ്മേ, എന്താണെങ്കിലും അമ്മ ഒന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. ഈ സമയം ജയഭാരതി അമ്മയാണെങ്കിൽ അവർക്ക് രണ്ടാൾക്കും കുടിക്കാനുള്ള ചായയുമായിട്ട് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. ആര് പറഞ്ഞ് വിശ്വസിക്കില്ല എന്ന്? സുകുമാരി അമ്മ കാര്യങ്ങൾ തുറന്നു പറഞ്ഞതല്ലേ. പിന്നെ നിങ്ങൾ നേരത്തെ രാധികയ്ക്കായിട്ട് തയ്യാറാക്കിയ ചായയിൽ മുഴുവൻ ചായയും സുകുമാരിക്ക് ഞാൻ കൊടുത്തിട്ടില്ലാഞ്ഞ് കുറച്ചും ബാക്കി വെച്ചിട്ടുണ്ട്. എന്താണെങ്കിലും അത് രണ്ടും തുല്യമായിട്ട് ഞാൻ ഈ ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട്. രണ്ടുപേരും ഇതങ്ങ് വാങ്ങിച്ച് കുടിച്ചേ. അയ്യോ അമ്മേ, ഞങ്ങൾക്കിതിൽ യാതൊരു പങ്കുമില്ല. അവർ ചുമ്മാ ഇരുന്ന് പറയണേ. ദേ എൻ്റെ മുമ്പിൽ നാടകം കളിക്കുകയൊന്നും വേണ്ട.
രണ്ടുപേർക്കും ഇനി ഈ വീട്ടിൽ തുടരണമെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം തന്നെ ഈ ചായ വാങ്ങി കുടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാളും നേരെ റൂമിലേക്ക് ചെന്ന് നിങ്ങളുടെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് എന്നേക്കുമായിട്ട് കണിമംഗലത്തിൻ്റെ പടിയിറങ്ങാം. എന്ത് വേണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കാം. കുടിക്കുന്നോ അതോ ഇവിടെ നിന്ന് ഇറങ്ങുന്നോ? അങ്ങനെ വേറെ വഴിയില്ലാതെ രണ്ടുപേരും ആ ഗ്ലാസ് വാങ്ങിയിട്ട് അതിലുള്ള ചായ കുടിക്കുവാണ്. ആ മിടുക്കികൾ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി അവിടെ നിന്നും പോകുവാണ് കേട്ടോ. ഈ സമയം ഉർവശി പറയണേ, ചെറിയൊരു എരിവ് മാത്രമേ ഉള്ളൂ അല്ലേ കൽപ്പനെ? അതെ, ഞാൻ വിചാരിച്ചു വല്ലാതെ എരിയുമെന്ന്. എന്താണെങ്കിലും മുത്തശ്ശി ചമ്മിപ്പോയി. അങ്ങനെ പറഞ്ഞ് അവർ ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും കേട്ടോ. പതിയായിരിക്കും എരിവ് അങ്ങ് കൂടാൻ തുടങ്ങുന്നത്. അന്നേരം ഉർവശി പറയണേ, അയ്യോ എൻ്റെ വയറ്, അയ്യോ പുകയുന്നേ, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ എന്നും പറഞ്ഞ് ഉർവശിയും കൽപ്പനയും അടുക്കളയിലേക്ക് ഓടുവാണ്. അങ്ങനെ അവർ വായെല്ലാം കഴുകി അത് വൊമിറ്റ് ചെയ്ത് കളയാനായിട്ട് ശ്രമിക്കുവാണ് കേട്ടോ. ഈ സമയം സുകുമാരിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഓ, നിങ്ങൾക്കും കിട്ടിയല്ലേ? ഇപ്പം എന്തായി? സുകുമാരിയോട് കളിച്ചാൽ പണി തിരിച്ചും കിട്ടുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അയ്യോ എരിയുന്നേ എന്നും പറഞ്ഞ് അവർ രണ്ടാളും അവിടെ ഇരിക്കുന്ന പഞ്ചസാരയുടെ ബോട്ടിലൊക്കെ തപ്പുവാണ്. അങ്ങനെ രണ്ടുപേരും അങ്ങനെ പഞ്ചസാര ബോട്ടിൽ കണ്ടെത്തി അതിൽ നിന്ന് കുറച്ച് വായിലിട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം സുകുമാരി അമ്മേ എനിക്കും കുറച്ച് താടി എന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്നുണ്ട്. എന്നാൽ അവർ രണ്ടാളും അത് സുകുമാരിക്ക് കൊടുക്കാതെ ഒറ്റയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ സമയം പ്രിയങ്കയും ജയഭാരതിയമ്മയും അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടാവും. എന്തായി കാണിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് ഒന്നും സംഭവിക്കാത്ത വെറും ഒരു മരുന്ന് മാത്രമാണതെന്ന്. എന്നിട്ടാണോ ഇപ്പം ഈ വേഷംകെട്ടുകളെല്ലാം കാണിച്ചു കൂട്ടുന്നത്? ഈ സമയം ജയഭാരതി അമ്മയാണെങ്കിൽ കൽപ്പനയും മുർവശിയോടെ കഴിച്ച് മാറ്റിവെച്ച പഞ്ചസാര ബോട്ടിലുണ്ടല്ലോ അത് പതിയെ പൊക്കത്തേക്കെടുത്ത് വെച്ചിട്ട് പകരം സോഡാപ്പൊടീൻ്റെ കുപ്പിയെടുത്ത് താഴെ വെക്കുവാണ്. ഈ സമയം സുകുമാരിയാണെങ്കിൽ അവിടെ എല്ലാം പഞ്ചസാര ബോക്സിൽ തിരയുമായിരിക്കും. അന്നേരം പെട്ടെന്ന് അവിടെ ഇരിക്കുന്ന ആ കുപ്പി കാണുമ്പോൾ അത് പഞ്ചസാരയാണെന്ന് വിചാരിച്ച് അതെടുത്ത് വായിലേക്ക് വെച്ചുകൊണ്ടിരിക്കുവാണ്. അന്നേരം ഈ കാഴ്ച കണ്ട് കൽപ്പന പറയണേ, അയ്യോ നിങ്ങൾ എന്തായി കാണിക്കുന്നത്? അത് കഴിക്കല്ലേ, അത് സോഡാപ്പൊടിയാണ്. അത് കേൾക്കുന്നതും അയ്യോ അമ്മേ എന്നും പറഞ്ഞ് അതെല്ലാം തുപ്പിക്കളയാൻ ശ്രമിക്കുവാണ് കേട്ടോ സുകുമാരി. ഈ കാഴ്ച കണ്ട് സന്തോഷത്തോടെ കൂടി നിൽക്കുവാണ് ജയഭാരതി അമ്മ. അങ്ങനെ 3-നും 8-ൻ്റെ പണി തന്നെ കൊടുത്തിരിക്കുകയാണ് കേട്ടോ ജയഭാരതി അമ്മ. അപ്പോൾ ആ ഒരു സീനൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്